നയന സൂര്യന്റെ മരണകാരണം കഴുത്തിലെ മുറിവാണെന്ന് ഫോറൻസിക് സർജൻ ശശികല. സാധ്യതകളിൽ ഒന്നായി കൊലപാതകം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും അവർ പറഞ്ഞു. പുറത്തുവന്ന മൊഴി താൻ നൽകിയതല്ല, തന്റെ മുന്നിലിരുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതിയ മൊഴിയല്ല പുറത്തുവന്നതെന്നും അവർ വ്യക്തമാക്കി. അന്ന് പോസിബിലിറ്റീസിൽ ഒന്ന് മർഡർ തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനവും ഏറ്റവും നമ്മൾ പറയുമല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനർ മർഡർ തന്നെയാണ്. രണ്ടാമതിപ്പം നമ്മളിപ്പം അന്വേഷണ സംഘം പറയുവാണ് ഒരു അടച്ചിട്ട മുറി ചവിട്ടി തുറന്നാണ് കയറിയത്, അവിടെയാണ് ഈ കുട്ടി മരിച്ചു കിടന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്ന മുറിയിൽ ആരെങ്കിലും കയറി കൊന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു റെയർ പോസിബിലിറ്റി ആയിട്ട് അതിലൊരു സൂയിസൈഡ് ഉണ്ട്. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയും പോലെ സെക്ഷൽ അസെക്സിയ തന്നെയാണ്. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. ഇത് നമ്മൾ പറയുമ്പം ഇത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിലല്ലേ ഇതൊക്കെ വരേണ്ടത്. ആത്മഹത്യ സാധ്യത മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടത്തിലും നമുക്ക് മൊഴി കൊടുക്കാൻ പറ്റില്ല. ഒരു പോസ്റ്റ്മോർട്ടത്തിൽ വളരെ റെയറാണ് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. കാരണം നമ്മളിപ്പോൾ എല്ലാ കേസും അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് അതിനെ ഒരു കൊലപാതകമായിട്ട് കാണണം എന്നുള്ളതാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, ഫോറൻസിക് സർജൻ തന്നെ ഈ രീതിയിലുള്ള ഒരു മൊഴി പറയുമ്പോൾ, അതായത് അന്വേഷണത്തിന്റെ വളരെ പ്രധാന ഘട്ടത്തിൽ അട്ടിമറി ഉണ്ടായി എന്ന് തന്നെയല്ലേ വ്യാഖ്യാനിക്കപ്പെടുക? അത് എത്രത്തോളം ഗൗരവതരമായി മാറുന്നു? അപർണ, നേരത്തെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ മുൻ സർജന്റെ വെളിപ്പെടുത്തലും. ഡോക്ടർ ശശികല ഇപ്പോൾ പറയുന്നത് കൃത്യമാണ്. കാരണം ഈ മുറിവുകളെ കുറിച്ച് അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു. കൊലപാതകമാണ്, അതൊരു ഒന്നാമത്തെ സാധ്യതയായി പോലീസിനോട് പറഞ്ഞതാണ്. പക്ഷേ ആ വഴിക്ക് അന്വേഷണം നടക്കുകയോ തന്റെ മൊഴി ആ നിലയ്ക്ക് പോലീസ് പുറത്തു പറയുകയോ ചെയ്തില്ല. മറിച്ച് ഇതിന്റെ രണ്ടാമത്തെ സാധ്യത, അതായത് ആത്മഹത്യ എന്ന നിലയ്ക്ക് ഈ കേസിനെ കൊണ്ടുപോയി. അതൊരു വീഴ്ചയായി തന്നെയാണ്. കാരണം DCRB ഇപ്പോൾ അന്വേഷിച്ചപ്പോഴും ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും അത് കണ്ടെത്തിയത് പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ്. ഈ ഫോറൻസിക് റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ആന്തരിക അവയവങ്ങളിലെ രക്തസ്രാവം, അതേക്കുറിച്ച് FIR പോലും പറയുന്നില്ല. ശരീരത്തിലെ മുറിവ്, ഇൻക്വസ്റ്റ് നടപടികളിൽ വലിയ വീഴ്ച ഉണ്ടായി. കൃത്യമായി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ രേഖപ്പെടുത്തുകയോ മൃതദേഹം കണ്ട നില പോലും, ആ അവസ്ഥ പോലും കൃത്യമായി രേഖപ്പെടുത്താത്ത തരത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടി, ഇത് പൂർണ്ണമായും ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അതിഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് വ്യക്തമാണ്. പിന്നീട് ഈ സർജന്റെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള ഉത്തരവുണ്ടാകുകയും ചെയ്തിരുന്നത്. നയനയുടെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകം എന്ന കാര്യം ഒന്നുകൂടി സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ മുൻ സർജന്റെ വാക്കുകൾ വരുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് ലഹരിക്കടത്തിൽ ആരോപണ വിധേയനായ CPM ഏരിയ കമ്മിറ്റി അംഗം ആർ നാസർ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ തത്സമയത്തിലേക്ക്. സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് ഈ ലഹരി വസ്തുക്കൾ പിടിച്ചപ്പോൾ ആ പിടിച്ച വാഹനത്തിൻ്റെ ഉടമ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഷാനവാസാണ്. ഷാനവാസ് വാങ്ങിയ വണ്ടിയാണ്. ആ വാഹനത്തിൽ നിന്നാണ് പിടിച്ചത്. ആ വാഹനം ഷാനവാസ് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തതാണ്, സ്വന്തം വാടക കൊടുത്തത്. അപ്പോൾ ഇത് വാഹനം വാങ്ങുമ്പോഴും പാർട്ടിയോട് അദ്ദേഹം അനുവാദം ചോദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ പുലർത്തേണ്ട ജാഗ്രത ആ സഖാവ് പുലർത്തിയില്ല. അത് പാർട്ടി നേതാവാകുമ്പോഴത്തേക്ക് പുലർത്തേണ്ടതാണ്, അതും പുലർത്തിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതിനും പാർട്ടി തീരുമാനിച്ചു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വീണ്ടും ഉണ്ടാകും. വാർഡിലെ പാർട്ടി മെമ്പറാണ്. പാർട്ടി മെമ്പറാണ്. ആ പാർട്ടി മെമ്പറായിട്ടുള്ള ആ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അന്വേഷണ കമ്മീഷനെ കുറിച്ച് ഞങ്ങളിപ്പം തീരുമാനിച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് ഹരിശങ്കർ, ബാബുജൻ, വേണുഗോപാൽ, വേണുഗോപാൽ ഈ 3 സഖാക്കൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് അടിയന്തരമായിട്ട് തരാനും, പിന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പോലീസും അന്വേഷിക്കട്ടെ. അതിനകത്ത്
അങ്ങനെ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനിക്കും. ഏരിയ കമ്മിറ്റിയില്ല, അത് ആ സഹാവും കൂടെ പങ്കെടുത്ത ഏരിയ കമ്മിറ്റിയില്ല, അത് സെക്രട്ടേറിയറ്റിലായാലും അംഗമല്ല, അതൊരു സഹാവ് ആ സഹാവ് അംഗമായിട്ടുള്ള ഘടകത്തിലാണല്ലോ അത് സംബന്ധിച്ച് വശം. മൂന്നാം പ്രതി സജാദ് അയാളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം? അയാൾ പാർട്ടിയായിട്ടൊന്നും ബന്ധമില്ല, പാർട്ടി ബന്ധമില്ല. ഇതിനകത്ത് ഈ പാർട്ടികളെ സംബന്ധിച്ച് പാർട്ടി കൃത്യമായി ആലപ്പുഴയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു TV മേടിച്ച കേസിൽ ഒരു പാർട്ടി അംഗത്തെ നടപടിയെടുത്തൊരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ആസ്തികൾ, നിരവധി വാഹനങ്ങളടക്കം ഇത്രയധികം ആസ്തികൾ ഉണ്ടായിട്ട് ഷാനവാസ് അത് സംബന്ധിച്ച് പാർട്ടിക്ക് എന്ത് വിവരമാണ് നൽകിയിട്ടുള്ളത്? എന്തിൽ നിന്നാണ് ഇത്രയും ആസ്തി സമ്പാദിച്ചത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം പാർട്ടിക്ക് നൽകിയിട്ടുണ്ടോ? അല്ല, ആ സഹാവിന് പിന്നെ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ള സഹാവാണ്, ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പാദിച്ചായിരിക്കും. എന്തായാലും അത് സംബന്ധിച്ച് ഇപ്പം എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കട്ടെ, അതിപ്പോൾ അന്വേഷണം നടക്കട്ടെ. മറ്റു കാര്യങ്ങൾ അതെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഇപ്പം വാഹനം വാങ്ങിയത് പാർട്ടിയോട് ആലോചിച്ചില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും ഒരു ചാർജായിട്ട് പറഞ്ഞേക്കണം. അത് വരും, അന്വേഷിക്കുമല്ലോ. ഈ വാർത്ത പുറത്തുവന്നതിനുമില്ല നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷാനവാസിനെതിരെയും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കഴിഞ്ഞാലേ അറിയാനൊക്കെയുള്ളൂ. ഇതിനെക്കുറിച്ച് അന്വേഷണം കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അന്വേഷണം വരട്ടെ. അന്വേഷണം വന്നിട്ട് എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ അപ്പോൾ തീരുമാനിച്ചാൽ മതി. വളരെ ആഘോഷത്തിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് പാർട്ടിക്ക് ഷാനവാസ് നൽകിയത്? അതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അതല്ല അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് അന്വേഷണ കമ്മീഷൻ നടത്തണമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ ഇതിൻ്റെ എല്ലാം വസ്തുത വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആലോചിക്കും. എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ്. കാലാവധിയില്ല, വളരെ പെട്ടെന്ന് തന്നെ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതിൽ മാറ്റി നിർത്തൽ വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഇത്രയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടക്കും. അത് അന്വേഷണ വിധേയമായുള്ള നടപടിയാണ്. അതെ, അന്വേഷണ ശേഷം തീരുമാനിക്കും. പാർട്ടിക്ക് അപവാദിപ്പുണ്ടാക്കി ഇത്രയും വലിയൊരു കേസിനകത്ത് പാർട്ടിക്ക് സംഘടനാ നടപടി അടക്കം പുറത്താക്കലടക്കമുള്ള നടപടികൾ വേണമെങ്കിൽ വിശദീകരണം പോലും ചോദിക്കാതെ എടുക്കാൻ കഴിയും. കാരണം സംസ്ഥാനത്ത് മുഴുവൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്ക് ആലപ്പുഴയിലെ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ആരോപണ വിധേയരാകുന്നത്. അതിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ താൽക്കാലികമായ സസ്പെൻഷൻ അതുകൊണ്ടാണല്ലോ ഇത് വ്യക്തമായി തെളിഞ്ഞ ഒരാളിനെ അയാൾക്ക് പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ട ആളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. മറ്റേ സംബന്ധിച്ച് സംശയം ഇതുണ്ട്. അയാൾ പിന്നെ വാടകയ്ക്ക് കൊടുത്ത വാഹനത്തിൽ നിന്ന് വാടക ആണ് കൊണ്ടുപോയെന്നുള്ള സംബന്ധിച്ചാണ് അഭിപ്രായം. അപ്പോൾ അത് സംബന്ധിച്ച് എന്താണെന്നുള്ള അന്വേഷിച്ചതിന് ശേഷമല്ലേ നമുക്ക് തീരുമാനിക്കാൻ ഒക്കൂ. വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയ ഇജാസിനെ 4 മാസം മുമ്പ് ലഹരി കടത്തിയ കേസിൽ 1/2 കോടി രൂപയുടെ ലഹരി കടത്തിയ കേസിൽ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ആ വ്യക്തി എങ്ങനെയാണ് ഇത്രയും കാലയളവിൽ വീണ്ടും CPM-ൽ തുടർന്നത്? അന്ന് അത് പരിശോധിക്കാനും അത് കഴിയാനും കഴിഞ്ഞിട്ടില്ല. അത് കറക്റ്റാണ്. ആരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്? അതിപ്പോൾ അന്വേഷിച്ചിട്ട് വരും. അന്വേഷിച്ചപ്പോൾ അറിയാനൊക്കെയുള്ളൂ. നമുക്ക് അന്വേഷിക്കട്ടെ. ഇവരൊക്കെ ചില നേതാക്കളുടെ പേര് പറഞ്ഞൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ചില നേതാക്കൾ, പ്രധാനപ്പെട്ട ഉന്നത നേതാക്കൾ അടക്കമുള്ളവരുടെ പേരൊക്കെ പറഞ്ഞാണ് ഇവർ പലപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതല്ലേ, അതൊക്കെ അവരുടെ അന്വേഷണത്തിൽ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ ഈ കാര്യങ്ങളെല്ലാം അന്വേഷണം ഉണ്ട്. അന്വേഷിച്ച് കഴിഞ്ഞാലേ നമുക്ക് ബോധ്യപ്പെടാനോ. അല്ലാത്ത ഒരു കാര്യം അന്വേഷിച്ച് ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാൻ ഒക്കും. അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു. സാജിദ് മുമ്പ് പാർട്ടി പ്രവർത്തനമായിരുന്നോ? മുമ്പ് നേരത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ആളാണോ? ആര്? ഈ മൂന്നാം പ്രതി എന്ന് പറയുന്ന സാജിദ്. ഷാനവാസിന്റെ ഡ്രൈവറായി. അതെനിക്കറിയത്തില്ല. അത് ഡിവൈഎഫ്ഐ പാർട്ടിയുടെ മെമ്പറും പാർട്ടി ഇതിലൊന്നുമില്ല. അതവരെ ഡിവൈഎഫ്ഐ ആലോചിക്കും. അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ചെറുപ്പക്കാരായ ആളുകൾ ഡിവൈഎഫ്ഐയുടെ കീഴിൽ നിന്നിട്ടാണ് ഇത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മാത്രമല്ല ഈ ഷാനവാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 4 മാസം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നടന്ന ഈ ബർത്ത്ഡേ പാർട്ടിയിൽ ഈ 4 ദിവസം മുമ്പ് നടന്ന ബർത്ത്ഡേ ആഘോഷത്തിൽ ഈ ക്രിമിനലുകളും ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം പങ്കെടുക്കുന്നത്. അത് പാർട്ടി ഗൗരവമായി കാണേണ്ടതല്ലേ? ആ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലേ? അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കുകയല്ല. അന്വേഷിച്ചിട്ട് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി തീരുമാനം നമ്മൾ എടുക്കും. അത് അന്വേഷിച്ച് ഒന്നുകൂടെ ബോധ്യപ്പെട്ട് ഇതൊക്കെ വന്നു എന്നുള്ള അത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷിക്കട്ടെ. അതൊക്കെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ടല്ലേ അറിയാനൊക്കുള്ളൂ. അതല്ല അത് ഇപ്പം വന്ന ആരോപണങ്ങളെ സംബന്ധിച്ചാണല്ലോ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷിക്കുമ്പം പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉചിതമായി തീരുമാനം. അല്ലാതെ നമുക്ക് പാർട്ടി നടപടിയെടുക്കാനൊക്കെ. ആദ്യം ഒരു തവണ പുറത്താക്കിയ ഒരാളാണ്, രണ്ടാമത് ഇത്രയും വലിയൊരു കുറ്റകരം ആരോപണം നിലനിൽക്കുന്ന ഒരാളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ആനുകൂല്യമാണ് ഈ ഷാനവാസിന് ലഭിക്കുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതുമാതിരിയുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇങ്ങനെയുള്ളവരെ ആരെയും സഹായിക്കുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ്
ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതും അന്വേഷിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പാർട്ടിയുടെ മുമ്പിൽ തെളിഞ്ഞിട്ടുള്ള ആളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഷാനവാസിന്റെ വിശദീകരണം തൃപ്തികരമാണെന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടോ? അതല്ലേ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അതല്ലേ അന്വേഷണം തീരുമാനിച്ചു. അന്വേഷണം നടത്തിയതിനു ശേഷം അല്ലേ നമുക്ക് തീരുമാനിക്കണം. ആദ്യകാലത്ത് ഷാനവാസിനെ പുറത്താക്കിയത് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഗുരുതരമായ ഒരു കുറ്റമായിരുന്നു. അങ്ങനെയാണ് പാർട്ടി അതൊക്കെ പഴയ കാലത്തല്ലേ, പണ്ട് ഒരുപാട് നാളിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. നാൾ കഴിഞ്ഞ ശേഷവും ഷാനവാസ് വീണ്ടും അധികാര സ്ഥാനങ്ങളോട് കൂടി തന്നെയാണ് പാർട്ടിയിലേക്ക് മടങ്ങി വന്നത്. അതെ, സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഞാൻ പറയാം, ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രൂപത്തിലേക്ക് പരിശോധിക്കും. അന്ന് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടി കഴിഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും പാർട്ടിയിലേക്ക് വന്നു. ഇതല്ലേ നടപടി എടുത്തത്, അയാളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നടപടി എടുത്തത്. ആ തിരുത്തി എന്ന ബോധ്യം വന്നുകൊണ്ടാണ് വീണ്ടും പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ എന്തെങ്കിലും പ്രശ്നം നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതിലെ അന്വേഷണത്തിലല്ലേ ബോധ്യപ്പെടും. അന്വേഷണം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും. അങ്ങനെ അതാണ് പാർട്ടി രീതി. മറ്റ് നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അത്തരം അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അതിന് പാർട്ടി ഡിവൈഎഫ്ഐയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചും അന്വേഷിക്കും. പ്രത്യേകിച്ച് ദൃശ്യങ്ങളൊക്കെ പുറത്തുനിന്ന് പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കും. അങ്ങനെ ആരെങ്കിലും ബന്ധമുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കും. കൺവീനർ ഹരിശങ്കർ, ജി ഹരിശങ്കർ. ആലപ്പുഴ ജില്ലാ CPM ജില്ലാ സെക്രട്ടറി ആർ നാസറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കരുനാഗപ്പള്ളി ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള ഇജാസിനെ CPM-ൽ നിന്ന് പുറത്താക്കിയതായി ആർ നാസർ പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭാ കൗൺസിലറായിട്ടുള്ള എ ഷാനവാസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് കൂടുതൽ പങ്ക് ഇയാൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കും എന്ന് ആർ നാസർ മാധ്യമങ്ങളോട് പറയുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, വിഷയത്തിനകത്ത് കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് നഗരസഭാ കൗൺസിലറെ. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വിമർശനങ്ങൾ അവസാനിപ്പിക്കാൻ ആ നടപടി മതിയാകുമോ? എന്താണ് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ? അപർണ, ഈ ഷാനവാസിന്റെ വിഷയത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം, ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ വിഷയം, 3-അംഗ കമ്മീഷനെ വെച്ച് ഈ വിഷയം പരിശോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ വിഷയങ്ങളിൽ ഇനിയും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ന് പുറത്തു വന്ന ഷാനവാസിന്റെ ഈ ലഹരിക്കടത്ത് കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകളുമായുള്ള ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി, അതായത് ഈ കേസിലെ മുഖ്യപ്രതി ഇജാസ് ഇക്ബാൽ ശരണ്യ സ്നേഹജനാണ് വിവരം. ഏതായാലും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് CPM. ഷാനവാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കും. അന്വേഷണ വിധേയമായിട്ടായിരിക്കും അടുത്ത നടപടി. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും ആർ നാസർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഏതായാലും പാർട്ടി തീരുമാനം ഏതായാലും അംഗീകരിക്കുമെന്നായിരുന്നു ആരോപണ വിധേയനായ CPM ഏരിയ കമ്മിറ്റി അംഗം എ ഷാനവാസ് നേരത്തെ പ്രതികരിച്ചത്. വാഹനം വാടകയ്ക്ക് നൽകിയതിൽ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. താൻ കാരണം പാർട്ടിക്ക് അവമതിപ്പുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഷാനവാസ് പറഞ്ഞിരുന്നു. വാഹനം വാടകയ്ക്ക് കൊടുത്തതാണോ? അതെ, വാഹനം വാടകയ്ക്ക് കൊടുത്തതാണ്. എല്ലാത്തിനും ഡോക്യുമെന്റ് ഉണ്ട്. അത് പാർട്ടിയെ ഏൽപ്പിച്ചു. പാർട്ടിയെ എൻ്റെ അവമതിപ്പുണ്ടാക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. പാർട്ടി തീരുമാനം അംഗീകരിക്കും. താങ്കൾ സെക്രട്ടറി യോഗത്തിൽ വിളിച്ചിരുന്നോ? കേട്ടില്ല. സെക്രട്ടറി യോഗത്തിൽ താങ്കൾ വിളിച്ചിരുന്നോ? ഇല്ല, പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിലാണ്. പാർട്ടി ഏരിയ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന വിഷയം നടത്തുന്നുണ്ടോ? ഇല്ല, അതൊന്നും നോക്കാം. പാർട്ടി അന്വേഷിക്കാനല്ലേ തീരുമാനിച്ചിരിക്കും. പാർട്ടി അന്വേഷിക്കും കേട്ടോ. പാർട്ടി അന്വേഷിക്കും. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഷാനവാസിനെ. അതേസമയം മുഖ്യപ്രതി ഇജാസിനെ CPM-ൽ നിന്ന് പുറത്താക്കിയതായും ആർ നാസർ പറയുമ്പോൾ ശരണ്യ സ്നേഹത്തിലേക്ക് വീണ്ടും. ശരണ്യ, അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അന്വേഷണ കമ്മീഷൻ അടക്കമുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ? കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ വിധേയമാകുമോ? ഈ ഇതിനകത്ത് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ, ഈ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന്, ഈ ഷാനവാസിനുള്ള ആസ്തികളെ സംബന്ധിച്ചാണ്. അതായത് ഷാനവാസ് വാങ്ങിയ വാഹനം, അത് സംഘടനാ രീതിക്ക് വിരുദ്ധമായി ആ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർട്ടിക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് CPM-ന്റെ ഒരു സംഘടനാ രീതിയാണ്. അത്തരം ആസ്തികൾ സംബന്ധിച്ച് ഒരു പാർട്ടി സഖാവ് അത് അത്തരം ആസ്തികൾ സമ്പാദിക്കുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം പാർട്ടിക്ക് നൽകേണ്ടതായുണ്ട്. അത്തരം വാഹനങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ചോ മറ്റ് ആസ്തികളെ സംബന്ധിച്ചുള്ള വിവരം പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് മുഴുവൻ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിലെ പാർട്ടിയിൽ നിന്നും ഒരു പാർട്ടി അംഗത്തെ ഉൾപ്പെടെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതിൽ കേസിലെ മുഖ്യപ്രതിയായ ഇജാസ് പാർട്ടി അംഗമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദീർഘമായി നടന്ന കമ്മിറ്റിക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കമ്മീഷനെ അടക്കം വെച്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. വരും ദിവസങ്ങൾ എത്രയും വേഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഇന്ന് യോഗം നടന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റിന് ശേഷം ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നു. ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റ് തുടർ നടപടികൾ, അതായത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി വരും ദിവസങ്ങളിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളുന്നത്, കമ്മീഷൻ എന്ത് റിപ്പോർട്ടാണ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അത്തരത്തിൽ ഒരു കർശനമായ നിലപാടുകൾ പല വിഷയങ്ങളിലും എടുക്കാൻ പ്രത്യേകിച്ച് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായൊക്കെ ആലപ്പുഴ ജില്ലയിൽ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ ഇത് ഏത് രീതിയിൽ, കാരണം ഈ വിഷയത്തിനകത്ത് ഈ പുറത്താക്കിയ ഇജാസ് അഹമ്മദ് 4 മാസം മുമ്പ് ലഹരിക്കടത്ത് കേസിൽ പ്രതിയായ ആളാണ്. അതുകൊണ്ട് തന്നെ എന്നിട്ടും വീണ്ടും ഈ ഇത്രയും മാസക്കാലം പാർട്ടി അംഗത്വം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ തുടർന്നു എന്ന് അടക്കമുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ CPM മുന്നിലുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളടക്കം പരിശോധിക്കുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. മറിച്ച് ഈ പറഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ സംരക്ഷിക്കുന്നതിന്റെ ഒക്കെ മറികടന്ന് എത്രമാത്രം ഉചിതമായ ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കും എന്നുള്ളത് സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഷാനവാസിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കിയിരിക്കുന്നു ആലപ്പുഴയിൽ നിന്ന്. കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ CPM ഇടപെടലിന് പിന്നാലെ നടപടി. സംഭവത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ദൃശ്യാവിഷ്കാരം ഒരുക്കിയ മാതാ പേരാമ്പ്രയെ ഇനി കലോത്സവ വേദികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയാക്കി ചിത്രീകരിച്ചത് സർക്കാർ നിലപാടല്ലെന്നും ഇത് പരിശോധിച്ച് നടപടി വേണമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. സ്പോർട്സ് വാർത്തകൾ. ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ശ്രീലങ്കയെ 67 റൺസിന് തകർത്ത ഇന്ത്യ 3 മത്സരങ്ങളടക്കുന്ന പരമ്പരയിൽ 1-0 മുന്നിലെത്തി. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ലങ്ക 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 306 റൺസിൽ ഒതുങ്ങി. 108 റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന നായകൻ ഡാസൻ ഷനകയാണ് ലങ്കയുടെ ടോപ്പ് സ്കോറർ. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.